സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമ്പോൾ മധ്യ കേരളത്തിലും മഴ കനക്കുകയാണ്. തൃശൂർ ജില്ലയിൽ കനത്ത നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 4 വീടുകൾ പൂർണ്ണമായും 177 വീടുകൾ ഭാഗികമായും തകർന്നു. 2960 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് KSEBക്ക് ജില്ലയിലുണ്ടായത്. 690 ഹെക്ടർ ഭൂമിയിലായി 3881 കർഷകർക്ക് കൃഷിനാശവും ഉണ്ടായി. സാനു കെ സജീവ് ചേരുന്നു. സാനു, മധ്യ കേരളത്തിലും മഴക്കെടുതി രൂക്ഷമാണ്. തൃശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങളാണ് നിലവിൽ പറയാനുള്ളത്? കാലവർഷം കലിതുള്ളിയപ്പോൾ തൃശൂർ ജില്ലയിൽ ഉണ്ടായിരിക്കുന്ന വ്യാപക നാശനഷ്ടമാണ്. നിലവിലുള്ള കണക്കുകൾ പ്രകാരം 177 വീടുകൾ ഭാഗികമായി, 4 വീടുകൾ പൂർണ്ണമായും തകർന്ന വിവരമാണ് നമുക്ക് തൃശൂരിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. 7 ക്യാമ്പുകളിലായിട്ട് 64 പേരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുന്നംകുളം അടക്കമുള്ള മലയോര മേഖലകളിലും വ്യാപകമായിട്ടുള്ള മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ KSEBക്കാണ് തൃശൂർ ജില്ലയിൽ ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. 2.96 കോടി രൂപയുടെ നാശനഷ്ടമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ശക്തമായ മഴയിൽ തൃശൂരിൽ മാത്രം സംഭവിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ 690 ഹെക്ടറിലെ കൃഷിയും ഇവിടെ നശിച്ചിട്ടുണ്ട്. അതിൽ നിന്നായിട്ട് 7.48 ലക്ഷം രൂപയുടെ നാശനഷ്ടം കാർഷിക മേഖലയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 13.78 ലക്ഷം രൂപയുടെ നാശനഷ്ടം പൊതുമരാമത്ത് വകുപ്പിനും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ കൊടുങ്ങല്ലൂർ മേഖലയിലും ആ പ്രദേശങ്ങളിലടക്കം കടലോര മേഖലകളിൽ വ്യാപക കടലേറ്റമുണ്ടെന്നുള്ളൊരു വിവരവും നമുക്ക് പുറത്തു വരുന്നുണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ നിരവധി വീടുകൾ നാശത്തിന്റെ വക്കിലെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ എരുമപ്പെട്ടി അടക്കമുള്ള കാർഷിക മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ വ്യാപക നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. കരകൃഷിയാണ് ഈ പ്രദേശങ്ങളിൽ പൂർണ്ണമായിട്ടും തകർന്നിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, വാഴാനി ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ ഈ രാവിലെ 6 മണി തൊട്ട് പുലർച്ചെ 6 മണി തൊട്ട് ഇവിടെ നിന്ന് ഷട്ടറുകൾ ക്രോയിസ് വാൽവ് വഴിയുള്ള വെള്ളം ഈ പുഴയിലേക്ക് ഒഴുക്കി വിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം ഈ പ്രദേശങ്ങളിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാമ്പുകളും ദുരിതാശ്വാസ ക്യാമ്പുകളും ഈ പ്രദേശങ്ങളിൽ തുറന്നിട്ടുണ്ട്. ശരി, സാനുവാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.